ഹുണ്ടായി ഐട്ടൺ ആണ് വണ്ടി. ഇതിന് ക്ലച്ചാണ് ചേഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ റേറ്റ്, അതായത് ഒരു ക്ലച്ച് മാറുമ്പോൾ എത്ര റേറ്റ് എന്നുള്ള വീഡിയോ ആണ്. അതേപോലെ സാധനത്തിൻ്റെ വരെ നമ്മൾ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇതിൽ ടോട്ടൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതാണ്ടില്ല, ഇതാണ് ഇതിൻ്റെ റിലീസ് ബെയറിംഗ് എന്ന സാധനം. നമ്മൾ എന്തായാലും മാറിയേ പറ്റുള്ളൂ. 3 സാധനങ്ങൾ നമ്മൾ എന്തായാലും മാറുന്നുണ്ട്. റിലീസ് ബെയറിംഗ് 537 വരണുണ്ട്. അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് 1745 വരണം. ഇതിൻ്റെ ഇത് പ്രഷർ പ്ലേറ്റ് എന്ന് പറയും. ഇതിന് 1595 രൂപയാണ്. അപ്പോൾ ഇത്ര സാധനമാണ് നമ്മൾ മെയിനായിട്ട് മാറണത്. പിന്നെ ഗീറോയിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അഡീഷണൽ വരും. അപ്പോൾ ഇതിന് ഇപ്പോൾ ഗീറോയിലൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ കേബിൾ, ക്ലച്ച് കേബിൾ, അത് നമുക്ക് അവസാനം ഗിയർ ബോക്സ് കയറ്റിന് ശേഷം ടൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കേബിളോടെ മാറി കൊടുക്കും. അപ്പം അത് പിന്നീട് അഡീഷണൽ വരും. അതൊരു 550 രൂപ അടുപ്പിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ക്ലച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കേസാണ് ഇതാണ് ഫ്ലൈ വീൽ എന്നുള്ള സാധനം കേട്ടോ. അപ്പോൾ ഫ്ലൈ വീൽ മാക്സിമം പഴുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ പോളിഷ് തന്നെ കയറണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ക്ലച്ച് സ്ലിപ്പ് വരും. ക്ലച്ച് കാണും, പക്ഷേ സ്ലിപ്പാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മൈലേജ് ഷോർട്ടേജ് പിക്കപ്പിനൊക്കെ കുറവ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലൈ വീൽ പോളിഷ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വർക്ക് നമ്മൾ ചെയ്യണമുണ്ട്. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മളിങ്ങനത്തെ വർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് ഗിയർ ബോക്സ് ഇറക്കി വയ്ക്കുമ്പോൾ കാണുന്ന എഞ്ചിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ഇതാണ് ഗിയർ ബോക്സ്, ഇത് ഗിയർ ബോക്സ്, ഇത് എഞ്ചിൻ്റെ ഭാഗമാണ്. ആ കാണുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നടുക്ക് കാണുന്ന സാധനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ക്രാങ്ക് എന്ന് പറയുന്ന സാധനം. ക്രാങ്ക് സ്റ്റീലൊക്കെ അവിടെ ആയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ വീഡിയോസ് ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ.